സുജു, പത്തനംതിട്ടയിൽ എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം? മുന്നണികളുടെ ക്യാമ്പുകൾ ഏത് വിധത്തിലാണ് പ്രചരണം മുന്നോട്ട് നയിച്ചത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? തുടക്കത്തിലൊക്കെ ഒരുപാട് വിമത ശല്യങ്ങളൊക്കെ UDF ക്യാമ്പിനെയൊക്കെ വല്ലാതെ വലയ്ക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ അവസാന ദിനമെത്തുമ്പോൾ എന്താണ് അവസ്ഥ? മനു, പത്തനംതിട്ടയിൽ ആവേശകരമായ കൊട്ടിക്കലാശത്തിന് എല്ലാ മുന്നണികളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചോളം ഇടതുമുന്നണി വലിയ ആത്മവിശ്വാസത്തിലാണ്. അതിന് ഞാൻ പറയുന്ന കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം 5 നിയമസഭാ മണ്ഡലങ്ങളിലും 5 LDF തന്നെയാണ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ LDF കഴിഞ്ഞ തവണ 16 ഡിവിഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ 17 ഉണ്ട്. 16-ൽ 12 LDF ആയിരുന്നു. 12 ഡിവിഷനുകളിലും LDF വിജയിച്ചിരുന്നു. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 LDF ആണ്. 53 ഗ്രാമപഞ്ചായത്തുകളിൽ 33 ഗ്രാമപഞ്ചായത്തിലും LDFിൻ്റെ ഭരണമാണ്. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ജില്ല ഇപ്പോൾ ഇടത് കോട്ടയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കോൺഗ്രസിന് UDFിന് വിജയം നേടാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയാണ് LDF പ്രതീക്ഷിക്കുന്നത്. അതിനായി അവർ വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് തേടിയത്. അത് ഫലം കാണുന്ന ആത്മവിശ്വാസമാണ് LDF. പ്രത്യേകിച്ച് ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണം പതിറ്റാണ്ടുകൾക്ക് ശേഷം LDFിൻ്റെ കയ്യിലേക്ക്. പക്ഷേ പത്തനംതിട്ട ജില്ലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയില്ലേ? പത്തനംതിട്ട ജില്ലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ടല്ലോ. ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ നാടുകൂടിയല്ലേ പത്തനംതിട്ട ജില്ല. ആ പ്രശ്നം അവിടെ UDFിനെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും മനു, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വന്നത്. അങ്ങനെ വികസനം പറഞ്ഞ് LDF വോട്ട് തേടിയപ്പോൾ UDF മറുഭാഗത്ത് വിവാദങ്ങൾക്ക് പിന്നാലെയായിരുന്നു. ശബരിമല സ്വർണ്ണമോഷണ കേസ് ഉൾപ്പെടെ സജീവ ചർച്ചയാക്കാൻ ശ്രമിച്ച കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ഒളിവ് ജീവിതം. കാരണം അതിൽ UDFിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഹുൽ അനുകൂലികൾക്ക് രാഹുലിനോടൊപ്പം ചേർന്ന് നിന്ന നേതാക്കൾക്ക് വാരിക്കൊരി സീറ്റ് നൽകുകയും ചെയ്തു. അടൂർ നഗരസഭയിൽ തന്നെ ഏതാണ്ട് 4 സീറ്റോളം രാഹുലിൻ്റെ സ്പോൺസർഷിപ്പിൽ രാഹുലിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. അതിൽ റിനോ പി രാജൻ, ഫെനി നൈനാൻ, പഴവളം ശിവദാസൻ ഈ 3 പേരോട് ഒത്താണ് രാഹുൽ ലൈംഗിക പീഡന ആരോപണം വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധിക്കാൻ വന്നത്. അതായത് രാഹുലിനൊപ്പം മുമ്പ് നിന്ന നേതാക്കളിൽ നിന്ന് പറയുന്നതല്ല, രാഹുലിന് എതിരെ പീഡന ആരോപണം വന്നപ്പോൾ ആ ഫെനി നൈനാൻ ഉണ്ടല്ലോ, അയാൾ 2ാം കേസിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളല്ലേ. അയാൾ അന്ന് വാർത്ത വന്നപ്പോൾ സ്ഥാനാർത്ഥി ഓഫീസ് പൂട്ടി മുങ്ങിയതല്ലേ? പിന്നെ പൊങ്ങിയിരുന്നോ? പിന്നെ ഏതെങ്കിലും വീടുകളിൽ കയറി പ്രചരണം നടത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഫെനി നൈനാനെതിരെ കേസ് FIR ഇട്ടെങ്കിലും ഫെനി ഇപ്പോഴും കഴിഞ്ഞ ദിവസം വരെ വോട്ട് തേടി മണ്ഡലത്തിൽ സജീവം തന്നെയായിരുന്നു വാർഡിൽ. ഫെനി നൈനാൻ ഉൾപ്പെടെ അതായത് സസ്പെൻഷന് ശേഷവും രാഹുലിനൊപ്പം നിലയുറപ്പിച്ചവർക്കാണ് ഒരു രാഹുലിന് പേയ്മെൻറ്റ് സീറ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിൽ, പേയ്മെൻറ്റ് സീറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ രാഹുലിന് കൊടുത്ത DCC നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. എന്തായാലും രാഹുൽ വിഷയം പത്തനംതിട്ടയിൽ കടുത്ത പ്രതിസന്ധിയാണ് UDFിന് തീർത്തിരിക്കുന്നത്.